ഹായ് ഫ്രണ്ട്സ്, സ്കൂബ ഡൈവിങ്ങിലൂടെയുള്ള കടൽ കാഴ്ചകൾ ഒരേ സമയം വിജ്ഞാനപ്രദവും കൗതുകകരവുമാണ്. ഏറെ കൗതുകകരമായിട്ടുള്ളൊരു കാഴ്ച 2025 ജനുവരി മാസം എൻ്റെ സുഹൃത്ത് ജാക്സൺ തുമ്പക്കാരൻ്റെ സഹായത്തോടെ തുമ്പയിലെ സർക്കാർ നിർമ്മിത കൃത്രിമ പാരിൽ FML-ഉം സ്കൂബ കൊച്ചിൻ ടീമും ചേർന്ന് ഡൈവ് ചെയ്തപ്പോൾ കാണാനിടയായി. സാധാരണഗതിയിൽ നമ്മൾ വിചാരിക്കും ചെറിയ മീനുകളുടെ ഒരു ആവാസയിടത്തിൽ ഒരു വലിയ മീനെത്തുമ്പോൾ ചെറിയ മീനുകളൊക്കെ പേടിച്ച് വിരണ്ട് ഓടി ഒളിക്കും എന്നാണ്. പക്ഷേ അവിടെ നിന്ന് പകർത്തിയ ക്യാമറ കാഴ്ചകൾ കണ്ടാൽ ഒരു കാര്യം മനസ്സിലാവും. കൃത്രിമ പാര് നിർമ്മിച്ചിരിക്കുന്ന കോൺക്രീറ്റ് സ്ട്രക്ചറിന് നടുവിൽ ഒരു വലിയ സ്പോട്ടഡ് ഗ്രൂപ്പർ, അതായത് നമ്മളുടെ കടലോര സമൂഹം അളുവ എന്ന് പറയുന്നൊരു വലിയ മത്സ്യം ആ എക്കോസിസ്റ്റത്തിൽ വരികയാണ്. അപ്പോൾ അവിടെ കൂടെ ഉണ്ടായിരുന്ന ചുറ്റും ഉണ്ടായിരുന്ന അതിനേക്കാൾ ഏറെ ചെറിയ മത്സ്യങ്ങൾ ചേർന്ന് ആ എക്കോസിസ്റ്റത്തിൽ നിന്ന് ആ അളുവയെ, ആ വലിയ മത്സ്യത്തെ പുറത്തേക്ക് കൊണ്ടുപോകുന്നൊരു കാഴ്ച കാണാനിടയായി. ഈ കാഴ്ച കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് 1993 ഡോക്ടർ കെൻ കോളിൻസും ആൻ്റണി ജെൻസനും ചേർന്ന് പൊഴിയൂരിലെ കൃത്രിമ പാരുകളിൽ നിന്ന് ചിത്രങ്ങൾ ചിത്രീകരിക്കുകയുണ്ടായി. അവിടെയും ഇതിന് സമാനമായിട്ടുള്ള അവിടെ കണ്ടത് വളരെ ജയൻറ്റ് ബ്ലാക്ക് ഗ്രൂപ്പർ എന്ന് പറയുന്ന നമ്മളുടെ തീരദേശവാസികൾ മൂട്ടാൻ എന്ന് പറയുന്നൊരു വലിയ മത്സ്യം, അത് ഈ പറയുന്ന കൃത്രിമ പാരെന്ന് പറയുന്ന എക്കോസിസ്റ്റത്തിൽ വരികയും അതിനെ ഇതേപോലെ തന്നെ കരാങ്സ് ഇനത്തിൽപ്പെട്ട പാരവർഗത്തിൽപ്പെട്ട കുറേ മത്സ്യങ്ങൾ ചേർന്ന് അതിനെ പതിയെ വിരട്ടി പുറത്തേക്ക് വിടുന്ന കാഴ്ചയും കാണാനിടയായി. നമ്മളുടെ ശരിക്കുള്ള ഇത് കാണുമ്പോൾ നമ്മൾ പലപ്പോഴും ധരിച്ചു വച്ചിരിക്കുന്ന ധാരണ ഈ വലിയ മത്സ്യങ്ങൾ കുഞ്ഞു മത്സ്യങ്ങളെ വിരട്ടി ഓടിക്കുകയോ അല്ലെങ്കിൽ ആക്രമിക്കുകയോ ഒക്കെ ചെയ്യുന്നതാണ്. പക്ഷേ അതിന് വിരുദ്ധമായ കൗതുകകരമായ കാഴ്ച ഈ വീഡിയോയിലൂടെ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുകയാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. താങ്ക് യു.